നോമ്പ് കാലഘട്ടം ഫലം കായ്ക്കേണ്ടുന്ന കാലം, ഫലം പുറപ്പെടുവിക്കേണ്ടുന്ന കാലം. 1-ാം സങ്കീർത്തനം ഇപ്രകാരം പറയുന്നു: നീതിമാന്മാരെ ദൈവം ആറ്റരികത്ത് നട്ടിരിക്കുകയാണ്. നീതിമാന്മാരെ ദൈവം ആറ്റരികത്ത് നട്ടിരിക്കുകയാണ്. അത് തക്ക കാലത്ത് ഫലം കായ്ക്കുന്ന വൃക്ഷമായിട്ട് മാറണം. ദൈവം എത്രത്തോളം കരുതലോടെ നമ്മെ പരിപാലിക്കുന്നു എന്നാണ് ഈ വചനം നമ്മെ പഠിപ്പിക്കുന്നത്. ആറ്റിന്റെ അരികിലേക്ക് പറിച്ച് നടപ്പെട്ടവരാണ് നാം. ഒരുപക്ഷെ മുള്ളിനിടയിൽ വീണ് വളർച്ച ആരംഭിച്ച വിത്തുകളായിരിക്കാം, വഴിയരികിൽ വീണ് വളർച്ച ആരംഭിച്ച വിത്തുകളായിരിക്കാം, മനുഷ്യൻ ചവിട്ടി നശിപ്പിക്കേണ്ടിയിരുന്ന ഇടങ്ങളിൽ, പറവകൾ തിന്നുകൊണ്ടുപോകേണ്ടുന്ന ഇടങ്ങളിൽ, മുള്ളുകളാൽ ഞെരിഞ്ഞ് തകർന്നു പോകേണ്ടുന്ന ഇടങ്ങളിൽ ദൈവം നമ്മെ പിഴുതെടുത്ത് നല്ല നിലത്ത്, നല്ല നീരോട്ടമുള്ള, നല്ല വളക്കൂറുള്ള ആറ്റിന്റെ അരികിൽ നട്ടിരിക്കുകയാണ്. ഇപ്രകാരം കർത്താവ് നടുമ്പോൾ കർത്താവ് നമ്മിൽ നിന്നും ഫലം പ്രതീക്ഷിക്കുന്നുണ്ട്. പ്രിയ ദൈവജനമേ, ഈ നോമ്പ് കാലഘട്ടം നമ്മെ ഫലത്തെ കർത്താവ് തിരയുന്ന കാലമാണ്. ഫലവത്തായ ജീവിതം നമുക്ക് നയിപ്പാനായിട്ട് കഴിയണം. ഫലം കാഴ്ചയെ മതിയാകൂ. കാരണം അതിനുള്ള എല്ലാ ഭൗതിക ആത്മീക സാഹചര്യങ്ങളും ദൈവം നമുക്ക് ഒരുക്കി നൽകിയിട്ടുണ്ട്. കർത്താവ് നൽകിയിരിക്കുന്ന നന്മയും കരുതലും അനുഭവിച്ചുകൊണ്ട് കർത്താവ് പ്രതീക്ഷിക്കുന്ന വിധത്തിൽ ഫലവത്തായ ജീവിതം നയിക്കാൻ ഈ നോമ്പ് കാലഘട്ടം ദൈവം നമ്മെ ഒരുക്കുമാറാകട്ടെ, അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.